ഷമീർ പാലക്കാട് നിന്നും പോയിട്ട് ഒരു കൊല്ലമായെന്ന് അവയവക്കടത്തിന് ഇരയായെന്ന് സംശയിക്കുന്ന ഷമീറിന്റെ പിതാവ് ബഷീർ. ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവയവദാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയില്ല. ഷമീറിന്റെ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടില്ല ആള്. ഇതിനു മുമ്പ് ഷമീർ ഇങ്ങനെ കിഡ്നി കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയോ? തീരുമാനം എടുത്തില്ല. ഒരിക്കങ്ങനെ ഒരു 2-3 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെ പറഞ്ഞ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. എനിക്കില്ലാത്ത കടം നിനക്ക് എന്താണൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് കടണ്ട് എങ്ങനെ കടം എങ്ങനെ ആക്കി. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ അരുണുണ്ട് നമ്മളോടൊപ്പം. അരുൺ, ഇപ്പോൾ ഷമീർ നമുക്ക് നേരിട്ട് പ്രതികരണം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന കൂടുതൽ വിവരങ്ങൾ? ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പാലക്കാട് തിരുനെല്ലൈ സ്വദേശി ഷമീറിന്റെ പിതാവാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഷമീർ പാലക്കാട് നിന്നും പോയിട്ട് ഒരു കൊല്ലമായി എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി അറിയാമായിരുന്നു. എന്തായാലും അവയവദാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ഷമീറിന്റെ പിതാവ് പറയുന്നത്. ഷമീറിന്റെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നും പിതാവ് ബഷീർ പറയുന്നുണ്ട്. നേരത്തെ ഷമീറിന്റെ പ്രദേശത്തെ കൗൺസിലർ ഉൾപ്പെടെ ഷമീറിനെ പറ്റിയുള്ള നേരത്തെയും ഷമീർ അവയവ കച്ചവടത്തിന് ശ്രമിച്ചിരുന്നു എന്ന ആരോപണവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുടുംബം പറയുന്നത് ഏതായാലും ഷമീർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങൾക്ക് അറിയില്ല എന്നും. ശരി, വ്യക്തമാണ്. അരുൺ, ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഷമീറിനുണ്ടായിരുന്നുവെന്ന് പിതാവ് തന്നെ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെതിരെ അവരെ ഇങ്ങനെയുള്ള കെണികളിൽ പെടുത്തുകയാണെന്ന് നമുക്ക് കരുതാമല്ലോ. തീർച്ചയായും അത്തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഇങ്ങനെ അവയവ കച്ചവടത്തിലും മറ്റും ഇരകളാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഷമീറിന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഷമീർ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലും കടക്കണിയിലും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഈ ലോബി ഇത്തരം ആളുകളെ ഇരയാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. ഇതിലേതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് കൂടുതൽ പ്രതികരണങ്ങളോ മറ്റോ അവർക്ക് തയ്യാറല്ല. അവർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഷമീറുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കുടുംബം പ്രതികരിക്കുന്നത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ മറനീക്കി പുറത്തു വരാനുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.